എക്സാമിനർ റിസൾട്ട്സ്. അപ്പോൾ നിങ്ങൾ ഫൈനലി 9ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു 10th ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ SSLC വർഷം ഈ 10th എന്നുള്ള ഇയർ ഏറ്റവും യൂസ്ഫുൾ ആക്കി ഏറ്റവും അടിപൊളിയാക്കി പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ചിലവർ ഓൾറെഡി കേട്ടിട്ടുണ്ടാവില്ല, ചിലവർ ചിലപ്പോൾ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവും. എന്താണെങ്കിലും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അതാണ് SSLCനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ SSLC റെഡിയാണ്, നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്. എനിക്കറിയാം വെക്കേഷനാണ്, പക്ഷേ SSLC തുടങ്ങുമ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ എല്ലാവരും ചാറ്റിൽ കമൻസിലൊക്കെ വി ആർ റെഡി എന്ന് ഇടാം. ഓക്കെ, ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് കാര്യം തന്നെ നിങ്ങളോട് പറയേണ്ടത് SSLC എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് SSLCയിൽ ഇങ്ങനെ വെറുതെ എല്ലാവരും പാസ്സാക്കി വിടാത്തത്? മാർക്കിനെ പറ്റി ഇമ്പോർട്ടൻസ് അല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എടാ നീ പഠിക്കണ്ട SSLC നല്ല മാർക്ക് കിട്ടും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. തിരിച്ചായിരിക്കും എപ്പോഴും പറയാം എടാ പഠിക്കണം, SSLC ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളുടെ പേരൻസ് ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, വീട്ടുകാർ ചോദിക്കും, നിങ്ങളുടെ അഡ്മിഷൻ്റെ പ്രശ്നം, ഫ്യൂച്ചർ മൊത്തം പോവും. ഇതൊക്കെ എന്താ പറയാൻ കാരണം SSLC ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ SSLCൻ്റെ മാർക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? അത് ഇപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. +1 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചെയ്യണമെങ്കിൽ SSLC നല്ല മാർക്ക് വേണം. ആൻഡ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ SSLCയിൽ നല്ല മാർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് തന്നെ നല്ല A+, ഫുൾ മാർക്കൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് കുറഞ്ഞ ഗ്രേഡ് Aയോ Bയോ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ തന്നെ കിട്ടാൻ ചാൻസില്ല. A+ തന്നെ കിട്ടിയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്കൂൾ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലും ഇഷ്ടമുള്ള കോഴ്സും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോകുന്ന സ്കൂളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൽ കിട്ടണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. നല്ല സ്കൂളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോയി നിങ്ങളുടെ +1 നല്ല രസകരമായിരിക്കും. ഏറ്റവും ഫൺ ഉണ്ടാകാൻ പോകുന്ന 2-3 വർഷങ്ങളാണത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടിച്ചു പൊളിക്കേണ്ട വർഷങ്ങളും ഏറ്റവും പഠിക്കേണ്ട വർഷങ്ങളും തീരുമാനിക്കാൻ നിങ്ങളുടെ SSLCൻ്റെ മാർക്കാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ SSLCൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി SSLCക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 കാര്യങ്ങളുണ്ട് മക്കളെ. ഫസ്റ്റ് തന്നെ എക്സാമിനറിൻ്റെ SSLC യൂട്യൂബ് ചാനൽ കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലേണിംഗ് ചാനലാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ ഫുൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെല്ലെ തന്നെ നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ മെല്ലെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. എക്സാമിൻ്റെ സമയമാകുമ്പോൾ റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് ഈ യൂട്യൂബ് ചാനലിൽ തരുന്നതായിരിക്കും. ഇനി അതുപോലാതെ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ട് നമ്മുടെ എക്സാമിനറുടെ സ്വന്തം ലക്ഷ്യ ബാച്ച് ഉണ്ടാവും. SSLCയിൽ തന്നെ കേരളത്തിലല്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പവർഫുൾ ബാച്ച് ആയിരിക്കും ഈ 10th സ്റ്റാൻഡേർഡ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ SSLC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സും ഏറ്റവും സപ്പോർട്ടീവായ കോഴ്സായിരിക്കും നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ്സിൽ ലക്ഷ്യ ബാച്ചിലോട്ട് കിട്ടാൻ പോകുന്നത്. അത് എക്സാമിനറുടെ പെയ്ഡ് കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യാം. ഇനി ജോയിൻ ചെയ്തവരാണെങ്കിൽ എനിക്ക് ലക്ഷ്യ പവർന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഈ ബാച്ചിൽ കിട്ടുന്ന ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ പെയ്ഡ് ബാച്ചിൽ നിങ്ങളുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എക്സാമിനർ ഫാമിലിൻ്റെ ലക്ഷ്യ ബാച്ചിൻ്റെ ഒരു മെമ്പറായി കഴിഞ്ഞു. പിന്നെ SSLCയിൽ ഫുൾ A+ ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. ഇനി എങ്ങനെയാണ് മൊബൈൽ ആപ്പിൽ എന്തൊക്കെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ കുറച്ച് ബുക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ലെറ്റ്സ് സ്റ്റാർട്ട് ടു ദ ബുക്ക്. നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബുക്കായിട്ട് കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഞാൻ ശരിക്കും ബുക്ക് കൊണ്ടുവരാമെന്ന്. കാരണം കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്, സാർ PDF അല്ലേ കിട്ടുക? അല്ല, ഈ ബുക്ക് ഉണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന 3 പേജൊക്കെയുള്ള ഈ ബുക്ക് ഈ അട്ടി മൊത്തം നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇത് കിട്ടും, മലയാളം മീഡിയംകാർക്ക് മലയാളം മീഡിയംകാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിട്ടുക. ഓക്കെ, ഇതും കിട്ടും. ഇതിൽ കുറച്ച് ബുക്ക് ഇങ്ങോട്ട് മാറ്റാണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷും മലയാളം 1 2 ഒക്കെ കോമൺ ആയിരിക്കും. അപ്പോൾ രണ്ടാൾക്ക് ഈ സെയിം ബുക്കുകൾ കിട്ടും. ബേസിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ള SSLCൻ്റെ എല്ലാ ബുക്കും സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കണോ? വേണ്ട, 1 രൂപ പോലെ എക്സ്ട്രാ കൊടുക്കണ്ട. ഇത് സ്റ്റോക്ക് തീരുന്നവരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ കോഴ്സ് ഫീ തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ലോ കോഴ്സ് ഫീ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നിങ്ങളുടെ വീട്ടിൽ 10 ദിവസം കൊണ്ട് തന്നെ എത്തും. സോ ഈ ബുക്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് മാത്സ് എടുത്തിട്ട് തന്നെ കാണിച്ചില്ല. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇപ്പോൾ എൻ്റെ മാത്സിൻ്റെ ബുക്ക് ആയിക്കോട്ടെ, നമുക്ക് അവിടെ പോയി ഫിസിക്സ് എടുക്കാം. അല്ല സാറിന് ഫിസിക്സ് നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, ഇനി നിങ്ങളിത് എടുത്ത് നോക്കിയാൽ ഓക്കെ, ഇതിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എത്രയാണ് ഫിസിക്സിൽ 7 ചാപ്റ്റർ ഒന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, 7 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, 7 ചാപ്റ്റർ ഉണ്ട്. 7 ചാപ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ എന്താ നിങ്ങൾക്ക് കിട്ടുക ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ എടുത്തു. ഇത് ഇംഗ്ലീഷ് മീഡിയം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ നോട്ട്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് 1 2 3
നല്ല ബ്യൂട്ടിഫുൾ നോട്ട്സ് 4 ഇതുണ്ട്. അതിൻ്റെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കണ്ടോ, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. എനിവേസ് ടെക്സ്റ്റിലെ ക്വസ്റ്റിനും ആൻസറും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പേജ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതിൽ. പിന്നെ ലെറ്റസ് എസ്എസ് ടെക്സ്റ്റ് ബുക്കിന് ഇടയ്ക്കുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഇല്ല, അതുണ്ട്. അതുപോലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് കുറച്ചും കൂടി ക്വസ്റ്റൻസ് ഉണ്ട്. എൻ്റെ അമ്മ, അതുകൊണ്ട് പ്രീവിയസ് ഇയർ ഈ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താ പ്രീവിയസ് ഇയറിന് ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റൻസ് പഠിക്കണം. കാരണം പ്രീവിയസ് ഇയർ കുറച്ച് ലെവൽ കൂടുതലായിരിക്കും, കുറച്ച് ഡിഫറൻറ്റ് ടൈപ്പ് ആയിരിക്കും. അത് മൊത്തം ഉണ്ട്. അപ്പോൾ നോക്കിയാൽ 2022, 2020, 2019 എല്ലാം ക്വസ്റ്റൻസ് ഉണ്ട്. 1 മാർക്ക്, 2 മാർക്ക്, 4-5 പേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പുതിയ പാറ്റേണുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റൻസ് ഉണ്ട് എക്സാം ഓറിയൻറ്റഡിൽ. ഓക്കെ, മലയാളം മീഡിയത്തിൽ സെയിം സാധനം ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ നമ്മളൊരു ചാപ്റ്റർ വരെ അതിന് ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്, കുഞ്ഞ് ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് എടുക്കാം. ഇനി സെക്കൻഡ് ചാപ്റ്റർ. ഇങ്ങനെ നിങ്ങൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഓരോന്ന് ക്വസ്റ്റൻസ് ഒക്കെ പഠിച്ച് അവസാനം എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനം ഓക്കെ നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഒരു വർഷം കഴിയുമ്പോൾ അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ കൊള്ളാലോ. 2022 ഇത് കഴിഞ്ഞ വർഷത്തെ ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ വർഷത്തെ പേപ്പർ കിട്ടും. 2022 ഫുൾ പേപ്പർ കിട്ടും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താ ഗുണം, നിങ്ങൾക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പറും കൂടി സോൾവ് ചെയ്യാം. സെറ്റ്. ഇനി നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാത്തിനുള്ള ബുക്കും കിട്ടും. എല്ലാത്തിനും സംഭവം നോട്ട്സ് ഉണ്ടാവും, ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എക്സ്ട്രാ PYQs ഉണ്ടാവും, അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് ഈ ബുക്കിൽ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടും. അത് ഇംഗ്ലീഷ് മീഡിയത്തിലുണ്ട്, മലയാളം മീഡിയത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഇത് ഒരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1100 രൂപ വരുന്ന ബുക്കാണ് MRP ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യണേ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ കൂടെ തന്നെ ലക്ഷ്യ ബാച്ചിനോട് ഫ്രീ ആയിട്ട് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കിട്ടുന്ന കാര്യം. ഇത് ബുക്ക് നിങ്ങൾക്ക് 10 ദിവസം വരെ 15 ദിവസത്തിനോട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും. അടുത്ത പറയാൻ പോകുന്നതാണ് എക്സാമിനർ ലേണിംഗ് ആപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാമിനർ ലേണിംഗ് ആപ്പിൽ ലോഗിൻ ചെയ്താലുള്ള സ്ക്രീനാണ് നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പുതിയ ക്ലാസ്സസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്ലാസ് നിങ്ങൾ വീണ്ടും കാണാം. അല്ല, നിങ്ങൾക്ക് പുതിയ ഫ്രഷ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എല്ലാ വീഡിയോ മുതൽ എല്ലാം ക്വസ്റ്റ്യൻ ഫുൾ പുതിയതായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ആപ്പിൽ കിട്ടുക, ഫസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഫുൾ സിലബസ് നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാനുള്ള ഫുൾ സിലബസ് ABCDEFG എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലുണ്ടാവും. അത് ഫുൾ പുതിയ കാര്യങ്ങളുണ്ട്. എല്ലാം ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഫുൾ സംഭവം നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സിലബസ് റെക്കോർഡറായിട്ട് കിട്ടി. ഇനി അതുപോരാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എല്ലാ ദിവസവും ബേസിക്കലി ലൈവ് ക്ലാസ് ഉണ്ടാവും. അതിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യും. കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. അതിൽ മെൻറ്റി ക്വിസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ മാത്സ് എന്നുള്ള സബ്ജക്റ്റിലേക്ക് പോകാം. മാത്സിൽ ഗണിതത്തിൽ 11 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പം നിങ്ങൾക്ക് വേണ്ടി ഈ ചാപ്റ്റർ മൊത്തമായിട്ട് ഒറ്റ 2-3 മണിക്കൂർ വലിയ വീഡിയോ അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലേണിംഗ് വീഡിയോസിനുള്ളിൽ ഓക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് എന്താ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ടുണ്ടോ, ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് സാർ തന്നെ എടുക്കുന്ന മാത്സിന് ഫുൾ വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോപ്പിക് ബൈ ടോപ്പിക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും സോൾവ് ചെയ്ത് കിട്ടുന്നതെന്ന് അറിയാം. അത് മൊത്തം ചെയ്ത് തരുന്നത്, മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ നിങ്ങൾ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, കുറേ മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ബുക്കിലുണ്ടല്ലോ, അതിനെക്കാട്ടും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓരോ ടോപ്പിക്കും പഠിപ്പിച്ചു തരും. അത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് കാണാൻ ഇഷ്ടമുള്ള പോലെ. പിന്നെ ഞാൻ പറഞ്ഞ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ലൈവ് ക്ലാസ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാൻ ചാറ്റിൽ മെൻറ്റി ക്വിസ് ഉണ്ട് ഓരോ ചാപ്റ്റർ. ഇനി അതുപോലാതെ ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് ഈ ആപ്പിൽ തന്നെ കിട്ടും. ഇനി അത് കഴിഞ്ഞെന്താണ് നിങ്ങൾക്ക് വേറെ PYQs ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ റിവിഷൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംഭവം ഉണ്ടാവും. അത് നിങ്ങൾ എക്സ്ട്രാ പൈസയും കൊടുക്കണം, നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ലക്ഷ്യ റിവിഷൻ ബാച്ചിന് സെലക്ട് ചെയ്ത് 133 വീഡിയോ ഉണ്ട്. റിവിഷന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് വേറെ കുറേ ക്ലാസ്സസ് മാത്സിൽ വരുന്നു. നമ്മളെന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ. ഓക്കെ, മാത്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫുൾ ചാപ്റ്റർ ഒറ്റയടിക്ക് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളും തരും. നോക്കിയേ, അപ്പോൾ നിങ്ങൾക്ക് സമാന്തര ശ്രേണികൾ ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ റിവിഷൻ, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിൽ മൊത്തം ഞാൻ തന്നെ ഫുൾ PYQ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് വന്നിട്ട് എല്ലാം PYQ ഒരു ടോപ്പിക് ഉണ്ടാവും. ഇത് ഫസ്റ്റ് ടോപ്പിക് എന്നാൽ സെക്കൻഡ് പാർട്ട് 2 വേറൊരു മണിക്കൂർ, പിന്നെ പാർട്ട് 3 വേറൊരു മണിക്കൂർ, പാർട്ട് 4 പാർട്ട് 5 ഇതിൻ്റെ എല്ലാം PYQ നമ്മൾ സോൾവ് ചെയ്തു. ഇന്നേ വരെ നിങ്ങളുടെ എക്സാമിന് ചോദിച്ചാൽ ഈ ചാപ്റ്റർ എന്നുള്ള PYQs മൊത്തം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് സാർ എനിക്ക് 5 മണിക്കൂർ കാണാനുള്ള സമയമില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും നോട്ട്സ് ഇങ്ങനെ താഴാണല്ലോ, നിങ്ങൾക്ക് ഫുൾ PDF നോട്ട്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും നോട്ട്സിൽ PDF ആയിട്ട് കിട്ടുന്നതായിരിക്കും വിത്ത് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട്സ് നോക്കിയിട്ടും പഠിക്കാം.
ഓക്കെ, അപ്പോൾ ഈ നോട്ട്സും ക്ലാസ്സും മൊത്തം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെ എല്ലാ നോട്ട്സും ആയിട്ട് അപ്പോൾ നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് PYQs മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് റിവിഷൻ ക്ലാസ്സും എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനർ ലേണിംഗ് ആപ്പിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് മാത്സിൻ്റെ, അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇതും കൂടി കിട്ടിയ മക്കളെ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഫുൾ A+ അല്ല ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽ ബുക്കുകളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, മെൻറ്റി ക്വിസ് ഉണ്ട്, എക്സാമിനർ ഫുൾ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിനുള്ള നിങ്ങൾക്ക് അവസാനം വേണ്ട ഫുൾ PYQസും റിവിഷൻ ക്ലാസ്സും എല്ലാം കൂടി കിട്ടിയാൽ നിങ്ങളെ SSLCയിൽ ആർക്കും ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഫുൾ മാർക്കും ഫുൾ A+ തന്നെ കിട്ടിയിരിക്കും. അതെൻ്റെ ഒരു പ്രോമിസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുകയാണ് ഈ താഴെ കാണുന്ന ഫീസ് വേർത്താണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ലക്ഷ്യ ബാച്ചസും. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. SSLC എന്നുള്ള വർഷം നിങ്ങൾക്ക് ടഫായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുൾ അടിച്ച് പൊളിച്ച് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താഴത്തെ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ലക്ഷ്യ ബാച്ചിന്. അപ്പോൾ നമുക്ക് ബാച്ച് വേഗം തന്നെ തുടങ്ങുന്നതായിരിക്കും. മെയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും, വേഗം തന്നെ തുടങ്ങാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം ആൻഡ് ഫുൾ A+ തന്നെ മേടിക്കാം. ഓക്കെ.